ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ്. അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മാഷാല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. വെക്കേഷനൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നും നമ്മളെ സ്വന്തം വീട്ടിലെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓരോരോ ദിവസത്തെയും വിശേഷങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ മാത്രമാണ് വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ രാവിലെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബിരിയാണിയൊക്കെ എന്ന് വിചാരിച്ചിട്ടാ, മക്കൾക്ക് അതൊക്കെ അല്ലേ വല്ലാതെ താല്പര്യമുള്ള റൈസും കാര്യങ്ങളൊക്കെ. എന്നും സാദാ ചോറും കറികളൊന്നും ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. പിന്നെ നമുക്കായാലും ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഇതാ ബിരിയാണീൻ്റെ ആ ഒരു കുക്കിംഗ് പരിപാടിയൊക്കെ എൻ്റെ തലയിലാണ് കേട്ടോ. ഞാനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് ഞാനിവിടെ ആകുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എന്നോട് തന്നെ ഉണ്ടാക്കാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്തായാലും അവർ അറിഞ്ഞു തരുന്ന ഒരു അലങ്കാര പദവിയല്ലേ. അപ്പോൾ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് എനിക്കറിയാവുന്ന ഇതിൻ്റെ മാക്സിമം എഫേർട്ടൊക്കെ എടുത്തിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് തീറ്റിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. രസമാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ തിന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണ കേൾക്കുമ്പോൾ അല്ല, പിന്നെ നമ്മളെ കൈ കൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ കഴിയാന്ന് പറഞ്ഞാൽ അതും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സാധാരണ എല്ലാ കുക്കിങ്ങും ഉമ്മ തന്നെയാണ് ചെയ്യുക. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിക്കോളി എന്നൊക്കെ പറയും കേട്ടോ. ഉമ്മനെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനുള്ള മസാല തേക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉമ്മ ചെയ്യും കേട്ടോ. അത് കാരണം നമുക്ക് കുറേ പണിയില്ല, എന്നാൽ പണിയില്ലായില്ല, അങ്ങനെയാണ് ഇവിടെ വന്നാൽ കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഉമ്മ അവിടെ മസാല തേച്ച് വെക്കുന്നുണ്ട്. ഉമ്മാൻ്റെ മസാലക്കൂട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഫ്രൈ ചെയ്താൽ നല്ല രസമാണ്. അപ്പോൾ അത് ഉമ്മാനെ ഏൽപ്പിച്ചിക്കണ്. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതവിടെ വെച്ചിങ്ങാണ്ട് ഞാനും മോനെ ഉറക്കാനും വേണ്ടി മേലേക്ക് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അതും നടക്കണമല്ലോ, മക്കളെ കാര്യം മറന്നിട്ടുള്ള കുക്കിംഗ് ഒന്നും ശരിയാവില്ല. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോഴേക്കും മോനൊക്കെ ഉറക്കി. ഇനിയിപ്പോൾ താഴെ വന്നപ്പോൾ അടുത്ത പരിപാടി ഇതാണ് കേട്ടോ. മോനെ ഉറക്കി വന്നിട്ട് മസാല ഒന്നും റെഡി ആയിട്ടില്ല. നല്ല വേവ് ഉണ്ടാവുമല്ലോ ആ ചിക്കന്. അപ്പോൾ എല്ലാവർക്കും സംഭാരമൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ജ്യൂസിനേക്കാളും എപ്പോഴും നല്ലത് ഇങ്ങനത്തെ മോരുവെള്ളം, അതായത് സംഭാരമൊക്കെ കുടിക്കുന്നതാണ് കേട്ടോ. നമ്മളെ ബോഡി ഒന്ന് തണുത്ത് കിട്ടാനൊക്കെ എപ്പോഴും നല്ലത് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നതാട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി ഒന്ന് ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പോഴേക്കും അനിയത്തി എത്തിക്കണം കേട്ടോ. അനിയത്തിനെയും ഹസ്ബൻഡിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ഫുഡ് കഴിക്കാനും വേണ്ടി വരാൻ. ഓളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും ഓടി എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോഴുള്ള മക്കളുടെ സ്നേഹപ്രകടനമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടും കേട്ടൊക്കെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറേ വർത്താനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ വായൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്ന് ഇനിയിപ്പോൾ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ വന്നിക്കണം. അപ്പോഴേക്കും നമ്മൾ പൊരിക്കാനിട്ടിട്ടുള്ള ഉള്ളിയൊക്കെ റെഡി ആയിക്കണം കേട്ടോ. കയ്യിൽ നിന്ന് പോയോ എന്ന് വിചാരിച്ചു കേട്ടോ ഓളെ വർത്താനം കേട്ട് നിന്നപ്പോൾ. പക്ഷേങ്കിൽ ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൂത്ത് വന്നിട്ട് തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിങ്ങോട്ട് കോരി വെച്ചിട്ട് കുറച്ചും കൂടി അലങ്കോലപ്പണികൾ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഈ ഒരു നെയ്യിൽ തന്നെ ഉണ്ട് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് ബിരിയാണി റെഡിയാക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേങ്കിൽ ആ ദം ഇങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു കാണാനുള്ള മൊഞ്ചും ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ്. പൊരിച്ച ഉള്ളി ഇട്ടിട്ടുള്ള ബിരിയാണി നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ ഈ നട്ട്സും മുന്തിരിയൊക്കെ എന്തിനാ ഇടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊരു അലങ്കാരം, അത്രേ ഉള്ളൂ. അത് ഇട്ടില്ലാന്ന് വെച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കുറവോ ഇട്ടെന്ന് വെച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതലോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്നാലും അതിൻ്റെ ആ ഒരു മേളിൽ അതിങ്ങനെ കെടുക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ് ഇത്. അപ്പോൾ അതങ്ങോട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റൈസ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളെ മസാല റെഡി ആയിക്കണം. ലഗോൺ ചിക്കൻ ആകുമ്പോഴേ ബിരിയാണി വെക്കാൻ നല്ല എളുപ്പമായിട്ടൊക്കെ തോന്നിക്കണം. കാരണം ഉള്ളി വഴറ്റി ഇങ്ങനെ നിന്ന് സമയം കളയണ്ടല്ലോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു സമയം കൂടെ നമുക്ക് മറ്റുള്ള കുറേ പണികൾ തീർക്കാനും വേണ്ടിയിട്ട് പറ്റും. കാരണം കുറച്ച് വേവുണ്ടല്ലോ. നമ്മൾ ബ്രോയിലർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഉള്ളി വഴറ്റി തക്കാളി വഴറ്റി അങ്ങനെയൊക്കെ ആകുമ്പോൾ അടുപ്പത്തുനിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കാനേ നമുക്ക് സമയം കിട്ടില്ല. ഈ ലഗോൺ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് സംഭവം റെഡിയായി കിട്ടുന്ന പോലെ തോന്നലുണ്ട് കേട്ടോ. എല്ലാം കൂടി കുഴച്ചങ്ങോട്ട് വെച്ച് കൊടുക്കില്ല. ആദ്യമൊക്കെ ഞാൻ ചിക്കന് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യലില്ല കേട്ടോ. എല്ലാം കൂടി കുഴച്ചിട്ട് അടുപ്പത്തവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്തിട്ടുള്ള അതേ എണ്ണയിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിങ്ങാണ്ട് നമ്മളെ ചിക്കനൊക്കെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ അതൊക്കെ അവിടെ ആവുന്ന സമയത്ത് ഇതാ നമ്മളെ ബിരിയാണിയും ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അനിയത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൾ വന്നെന്ന് ഇറങ്ങിയിട്ടുള്ളൂ, അപ്പോഴന്നെ ഒരു പണി എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അവളവിടെ ചിക്കൻ ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടകം ആയുധങ്ങളൊക്കെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഇവിടെ ബിരിയാണീൻ്റെ ആ ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്തിട്ട് ഇതൊന്നും അങ്ങോട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് മോൻ എണീക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കണം, നല്ല ചൂടാണ്. അതുമാത്രമല്ല ഇനിയിപ്പോൾ കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മോൻ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവനെ കൊഞ്ചിച്ചിട്ടും ഫീഡ് ചെയ്തിട്ടൊക്കെ നിൽക്കണമല്ലോ, അപ്പോൾ കുറേ സമയം പോകും. അപ്പോൾ അതിനൊക്കെ മുന്നായിട്ട് നമ്മളെ പണികളങ്ങോട്ട് തീർത്താൽ അത് പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അതാ അങ്ങനെ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള സംഭാരമൊക്കെ തണുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇത് കൊടുക്കുകയാണ്. ഇത് ഉണ്ടാക്കാനൊന്നുമില്ല പണി, കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്ത് അവരെ വയറ്റിലെത്തിക്കാനാണ് പണി കേട്ടോ. കാരണം ഒരാൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും, അങ്ങനെയാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെയാണല്ലോ. എന്തായാലും എല്ലാവരെ കൊണ്ടും കുടിപ്പിച്ചിട്ടുണ്ട്. സംഭാവന പറ്റാത്ത ടീംസൊക്കെ ഉണ്ട് കേട്ടോ, അവരെ കൊണ്ടും കുടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. കുറേ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണല്ലേ കാണാൻ, ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടേസ്റ്റിനേക്കാളേറെ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ, ആ റെഡും ഗ്രീനും ഒക്കെ കൂടെ കാണുമ്പോൾ. അങ്ങനെ നമ്മളെ എല്ലാ പണികളും കഴിഞ്ഞു. ഇതാ ചോറൊക്കെ വിളമ്പിക്കണം കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അങ്ങനെ ചോറുന്നൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആകെ ഒരു ബഹളമയാണ്, അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുട്ടികളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ആകെ ബഹളാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കാണിച്ചിട്ട് ഇങ്ങളെ ചടപ്പിക്കണ്ടെന്ന് കേട്ടോ. ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണമല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടം എന്നല്ല, ഒരു നിർബന്ധം പോലുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒന്നെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ പായസം, അങ്ങനെ എന്തെങ്കിലും. പായസമാണ് കുറച്ചും കൂടി താല്പര്യം. പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ടായെങ്കിലും കഴിക്കാൻ തോന്നും കേട്ടോ. ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ എന്താണാവോ അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. സാദാ ചോറ് കഴിച്ചാലും അങ്ങനെ അതിൻ്റെ മേലെ മധുരം കഴിക്കുന്ന ടീംസൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ കേട്ടിക്കണ്. പക്ഷേ എങ്കിലേക്ക് അങ്ങനെ സാധാരണ നമ്മളെ മീൽസ് ഒന്നും കഴിക്കുമ്പോൾ അങ്ങനെ തോന്നലില്ല. അല്ലാതെ ബിരിയാണി കഴിക്കുമ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം വേണമെന്ന് എപ്പോഴും തോന്നും കേട്ടോ. അപ്പോൾ ഇന്ന് അനിയത്തി ഹസ്ബൻഡും വരുമ്പോൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു, മക്കൾക്കൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റ്. എല്ലാവരും മീൻസ് കുട്ടികൾ ഉറങ്ങി എണീറ്റു. ഇനിയിപ്പോൾ അതാ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോവാണ്. സ്കൂൾ പൂട്ടിയപ്പോഴേ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലൊക്കെ വിരുന്ന് പോകണ്ടേ, അവിടെ തന്നെ ചടഞ്ഞിരുന്നാൽ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിയത് കേട്ടോ, എൻ്റെ വീട്ടിലേക്ക്. ഇവിടെ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുന്ന് എവിടേക്കെങ്കിലൊക്കെ പോകണമല്ലോ, അങ്ങനെ ആയി പിന്നെ മൈൻഡ് കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ കൂട്ടിയിട്ട് പോകുന്നതാണ്. എന്താ പറയുക, കടൽ കാണാനാണ് കേട്ടോ. നമ്മളിവിടെ ഉണ്ണിയാൽ ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല സെറ്റപ്പൊക്കെ ആക്കിയിരിക്കണത്. ഈ ബീച്ച് ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ അങ്ങനെ വലിയ സെറ്റപ്പിലൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ മുന്നേട്ടോ. ആരും വല്ലാതെ വൈരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല ആളുകളൊക്കെ വരുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ കുറേ റൈഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ഈ കടലുണ്ടല്ലോ എത്ര കണ്ടാലും മതിയാവില്ലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കടൽ കാണുന്നത്. അതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. വൈകുന്നേരം ആ സൺസെറ്റും എല്ലാതും നല്ല ഭംഗിയാണല്ലോ. അതേപോലെ കടൽ ആന, ഈ 2 സംഭവം എത്ര കണ്ടാലും മതി വരാത്ത സംഭവങ്ങളാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ആ തിരകളെണ്ണി ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുക, എന്താ പറയുക, സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മക്കളെക്കാളും കൂടുതൽ ഞാൻ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു കുട്ടിയായിട്ട് മാറണ ഒരു മൈൻഡാണ്, അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അവിടെയൊക്കെ നിന്ന് നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 6 മണിയൊക്കെ ആയി. എന്താ പറയുക, ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടാണ്. പിന്നെ മക്കളെ കൂട്ടിയിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു ശ്രദ്ധയോടെ കരുതലോടെ നിന്നിട്ടില്ലെങ്കിൽ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കുറേ അലമ്പായിട്ടോ. പിന്നെ മക്കൾ അവർക്ക് വെള്ളം കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ. എൻ്റെ റിയമ്മോളൊക്കെ ഉണ്ടല്ലോ, കടലിൽ നിന്നുള്ള അങ്ങനത്തെ ഒരു സീരിയസ്നെസ് സംഭവം തീരേ ഇല്ല. അവൾക്ക് എല്ലാതും കുളം തോടും പോലെ തന്നെ അവൾ കിടന്ന് മറിയണുണ്ട്. മോന് പിന്നെ വല്ലാതെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇറങ്ങി കളിക്കൂല കേട്ടോ. അവനക്ക് അവൻ്റെ മേല് അഴുക്കാവുക എന്നുള്ള പരിപാടി തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് പോകില്ല. വിട്ടു നിന്നിങ്ങനെ ആസ്വദിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അനിയത്തിൻ്റെ മക്കളും റിയമ്മോളുമാണ് മാക്സിമം മുതലാക്കിയിരിക്കുന്നത്. മോനോട് കുറേ പറഞ്ഞിട്ടാണ്, പക്ഷെ അവനക്ക് താല്പര്യമില്ല. പുതിയ ഡ്രസ്സാണ്, പിന്നെ ചെരുപ്പൊക്കെ മണ്ണും ചെളിയൊക്കെ ആയാൽ അവനക്ക് നടക്കാൻ ഭയങ്കര ഇറിറ്റേഷനുള്ള ആളാണ്. അത് കുഞ്ഞിലേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. കൂടുതൽ അഴുക്ക് പിടിച്ച സംഭവത്തിനൊന്നും അവനെ വിളിക്കണ്ട, അവൻ വരില്ല. അപ്പോൾ അവനെ അവിടെ നടന്നിട്ട് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത് കേട്ടോ. കടൽ കാണാനും ആസ്വദിക്കാനും ഇഷ്ടമാണ്, പക്ഷേ അതിൽ ഇറങ്ങി കളിക്കാൻ അത്ര താല്പര്യമില്ല.
അങ്ങനെ ഏകദേശം ഇരുട്ടക്കായി തുടങ്ങിയപ്പോൾ പിന്നെ മക്കളെയും കൊണ്ട് കടലിൻ്റെ ഏരിയ നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോഴും ആൾക്കാർ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്, പക്ഷേങ്കിൽ അത് അത്ര സേഫായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. കാരണം കുട്ടികളല്ലേ, അവർക്കിപ്പോൾ ഇതിൻ്റെ അപകടം എന്തൊക്കെയാണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അവർ അങ്ങോട്ട് തന്നെ ഓടുക, അങ്ങനെയാണ്. കടലാവും വെള്ളമൊക്കെ കാണുമ്പോൾ മക്കൾക്ക് പ്രത്യേകിച്ച് ഒരു ഹരാണല്ലോ. അപ്പോൾ രാത്രിയായി വരുമ്പോൾ ഒരു പേടി. അപ്പോൾ അവർ അവിടെ നിന്നും കൂട്ടിയിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. ഇനി ഇതാപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മക്കൾക്ക് കുറേ റൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മുന്നേ നമ്മളെ കുട്ടിക്കാലത്ത് ആ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് വന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. കണ്ടപ്പോൾ നല്ല രസം. അപ്പോൾ അവരൊക്കെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഓരോരോ റൈഡിലൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ കളിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പോസ്റ്റായി നിൽക്കണ്ടല്ലോ. അപ്പോഴാണ് അവിടെ ഊഞ്ഞാൽ കണ്ടത് കേട്ടോ. ഊഞ്ഞാൽ കണ്ടപ്പോൾ ആടാനൊരു കൊതി. അപ്പം ജീവനെ മടിയിലൊക്കെ വെച്ചിങ്ങാണ്ട് കുറച്ച് നേരം ഊഞ്ഞാലാടിയിട്ടാ. എന്താപ്പോൾ നമുക്കും ഇതൊക്കെ പറ്റുമല്ലോ അല്ലേ. കുട്ടികൾ മാത്രം ഊഞ്ഞാലാടിയാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഉണ്ടല്ലോ, എപ്പോൾ ഏത് പാർക്കിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ വലിയവരെപ്പോഴും പോസ്റ്റായി നിൽക്കലാണല്ലേ. മക്കളെ കളിയിൽ നോക്കിയിട്ട് അവരത് കഴിയണവരെ അങ്ങനെ ഇരിക്കലല്ലേ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ബോറടി ഒന്നും തോന്നിയില്ല കേട്ടോ. അവരും കളിക്കുകയാണ്, നമ്മളും കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബോറടി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മക്കൾ കുറേ അങ്ങനെ കളിച്ചു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സമയം കുറേ ആയിട്ടാ. പക്ഷേങ്കിൽ കുട്ടികൾ വരുന്നേ ഇല്ല കേട്ടോ. അവരെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് പറയാം. അങ്ങനെ തിരിച്ച് പോരുമ്പോൾ അതാ എന്തെങ്കിലുമൊക്കെ ഫുഡും ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടകൾ നോക്കി നടക്കട്ടെ. കുറേ കടയൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാതും നമുക്ക് അങ്ങോട്ട് മനസ്സ് പിടിക്കില്ലല്ലോ. അങ്ങനെ വലിയ കുഴപ്പമില്ല തോന്നിയൊരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. സാധാരണ ബീച്ച് സൈഡിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങ, ചിരണ്ടി ഐസ്, പൊരിക്കടികൾ, ചായ, ഇതൊക്കെ അല്ലേ. പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതാ ലോഡഡ് ഫ്രൈസും മോമോസും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും ലോഡഡ് ഫ്രൈസും മോമോസൊക്കെ അല്ലേ മക്കൾക്ക് നല്ല താല്പര്യമുള്ള സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ അതന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം അതിൻ്റെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കുകയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.